ഉണക്കച്ചെമ്മീനും താലോലിക്കാന്ന് നമ്മൾ പറയുക. ഇതിന് നമ്മുടെ നാട്ടിൽ ഉണക്കച്ചെമ്മീനും താലോലിക്കാൻ വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഉണക്കച്ചെമ്മീൻ ഞാൻ കുറച്ചെടുത്തിട്ട് നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയലാണ്. എന്നിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ പീസാക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് 3/4 ടീസ്പൂണ് കടുക് പൊട്ടിയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഉണക്കച്ചെമ്മീനും ചേർക്കുന്നത്. ഈ എണ്ണയിൽ ഉണക്കച്ചെമ്മീൻ ശരിക്കും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണേ. അതുകൊണ്ടാണ് ഞാൻ ഒരിത്തിരി എണ്ണ അധികം ഒഴിച്ചത്. ഇതിന് ശേഷം ഒരു 6-7 ചെറിയുള്ളി ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇതിന് പാകത്തിനുള്ള ഉപ്പും ഇടാം. ഇതിന് വേണ്ടിയിട്ടൊരു അരപ്പ് റെഡിയാക്കുന്നുണ്ട്. അരപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ് ജീരകം, ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി, അത് കളറിന് വേണ്ടി എടുത്തതാണ്, ഒരു 2-3-4 വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 കാന്താരി. ഇതിന് എരിവുള്ളതൊന്നും ചേർക്കുന്നില്ല, ഈ കാന്താരി മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇതിലൊരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്കിത് താലോലിക്ക ഇതിലേക്കിടാം. ഈ താലോലിക്കേണ്ടല്ലോ, വെന്ത് വരുമ്പോൾ ഇത്ര പോലെയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പം നിറഞ്ഞ് കാണുന്നതാണ്. പിന്നെ ഇതിലൊട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ താലോലിയിൽ വെള്ളം ഉണ്ടാവും, അതിൽ തന്നെ ഇത് വെന്തോളും. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഉണ്ടോ, ഇത് വന്നില്ലേ? ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാൻ പാടില്ല. അത് നമുക്ക് തേങ്ങ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ താലോലിക്ക തോരൻ റെഡിയായി. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ തന്നെ കഴിച്ചു പോകും. ചോറിന് വേറെ കറികളൊന്നും വേണ്ട.